ഏഷ്യയിലെ ഏറ്റവും വലിയ ഇക്കോ ടൂറിസം എന്ന് പറയപ്പെടുന്ന തെന്മല ഇക്കോ ടൂറിസം വലിയ തകർച്ചയുടെ വക്കിലാണെന്ന് മുൻ ജില്ലാ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയുമായ എസ് സഞ്ജയ് ഖാൻ ആരോപിച്ചു. രാധാസ് ചൗക്ക് റോഡ്, പുനലൂർ. ഏഷ്യയിലെ ഏറ്റവും വലിയ ഇക്കോ ടൂറിസം എന്ന് നമ്മുടെ നാട്ടിലുള്ളവർ വളരെ അഹങ്കാരത്തോടുകൂടി പറഞ്ഞിരുന്ന തെന്മല ഇക്കോ ടൂറിസം വലിയ തകർച്ചയുടെ വക്കിലാണ്. വിദേശികൾക്കും സ്വദേശികളായ വിനോദസഞ്ചാരികൾക്ക് തെന്മല ഇക്കോ ടൂറിസം സന്ദർശിക്കാൻ വന്നാൽ താമസിക്കാൻ ഇടമില്ല എന്ന് പ്രശ്നം പരിഹരിക്കുന്നതിന് തെന്മല ഇക്കോ ടൂറിസത്തിനുള്ളിൽ തന്നെ ഡാമിനോട് ചേർന്ന് 15 ടെന്റുകൾ നിർമ്മിച്ചിരുന്നു. കോടിക്കണക്കിന് രൂപ മുടക്കി നിർമ്മിച്ച ടെന്റുകൾ ഓൺലൈൻ ബുക്കിംഗ് ആണ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ആ ടെന്റുകൾ മുഴുവൻ നാശത്തിന്റെ വക്കിലെന്ന് മാത്രമല്ല നശിച്ച അവസ്ഥയിലാണുള്ളത്. വിദേശികളും സ്വദേശികളുമായ നിരവധി ആളുകൾ തെന്മല ഇക്കോ ടൂറിസം സന്ദർശനത്തിന് എത്താറുണ്ട്. എന്നാൽ സന്ദർശകർക്ക് താമസിക്കാൻ ഇടമില്ല എന്ന പ്രശ്നം പരിഹരിക്കാൻ ഇക്കോ ടൂറിസത്തിനുള്ളിൽ തന്നെ ഡാമിനോട് ചേർന്ന് 15 ടെന്റുകൾ നിർമ്മിച്ചിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. കോടിക്കണക്കിന് രൂപ മുടക്കി നിർമ്മിച്ച ടെന്റുകൾ ഓൺലൈൻ ബുക്കിംഗ് ആണ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ആ ടെന്റുകൾ മുഴുവൻ നാശത്തിന്റെ വക്കിലാണ്. കാടുകയറി ഇഴജന്തുക്കളുടെ ആവാസ സ്ഥലമായിരിക്കുകയാണ് ഇവിടം. ഇതേക്കുറിച്ച് വിജിലൻസ് അന്വേഷണം വേണമെന്നും കഴിഞ്ഞ ദിവസം വിജിലൻസിന് അറിയിപ്പ് കൊടുത്തിരുന്നു എന്നും എന്നാൽ ഇതിന്റെ തുടർ നടപടികളൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നും എസ് സഞ്ജയ് ഖാൻ പറഞ്ഞു. കാടുകയറി പാമ്പ് വളർത്തൽ കേന്ദ്രത്തെക്കാൾ കഷ്ടമായ അവസ്ഥയിൽ ഈ ടെന്റുകൾ മാറി എന്നത് വളരെ വിഷമകരമായ സംഗതിയാണ്. ഇതിനെക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തി വിജിലൻസ് അന്വേഷണം തന്നെ നടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസിന് ഞാൻ കഴിഞ്ഞ ദിവസം അറിയിപ്പ് കൊടുത്തിരുന്നു. അതിന്റെ തുടർ നടപടികളൊന്നും ഇതുവരെ ഉണ്ടായതായി അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഈ കോടികളുടെ നഷ്ടമുണ്ടാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും ഇതിന്റെ നിർമ്മാണത്തിൽ അപാകത വരുത്തിയ കോൺട്രാക്ടർക്ക് എതിരെയും നടപടി സ്വീകരിക്കുവാൻ അധികാരികൾ തയ്യാറാകണമെന്നും MLA ഉൾപ്പെടെ ഈ കാര്യത്തിൽ മുൻകൈയെടുത്ത് പ്രവർത്തിക്കണമെന്നും സഞ്ജയ് ഖാൻ പറഞ്ഞു. ഈ കോടികളുടെ നഷ്ടം ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെയും ഇത് നിർമ്മാണത്തിൽ അപാകതകൾ വരുത്തിയ കോൺട്രാക്ടർക്കെതിരെയും നടപടി സ്വീകരിക്കുവാൻ അധികൃതർ തയ്യാറാകണം. പുനലൂർ MLA ഉൾപ്പെടെ ഉള്ളവർ ഇക്കാര്യത്തിൽ ഉണർന്ന് പ്രവർത്തിച്ചുകൊണ്ട് നിലപാട് വ്യക്തമാക്കുവാൻ തയ്യാറാകണം എന്ന ഒരു അഭ്യർത്ഥനയാണ് മുന്നിൽ വെക്കാനുള്ളത്. തെന്മല ഇക്കോ ടൂറിസത്തിൽ തന്നെ ടെന്റിനോട് ചേർന്ന് തെന്മല ഡാമിന് കുറുകെ ഒരു തൂക്കുപാലം നിർമ്മിച്ചിരുന്നു. ഈ തൂക്കുപാലത്തിന്റെ അവസ്ഥയും വളരെ ദയനീയമാണെന്ന് സഞ്ജയ് ഖാൻ പറഞ്ഞു. പുനലൂർ എന്ന് പറയുന്നത് തൂക്കുപാലത്തിന്റെ നാടാണ്. തെന്മല ഇക്കോ ടൂറിസത്തിൽ തന്നെ ഈ ടെന്റിനോട് ചേർന്ന് ഈ തെന്മല ഡാമിന്റെ കുറുകെ ഒരു തൂക്കുപാലം നിർമ്മിച്ചിട്ടുണ്ട്. ഈ തൂക്കുപാലത്തിന്റെ അവസ്ഥയും വളരെ ദയനീയമാണ്. ഈ തൂക്കുപാലത്തിൽ പാകിയിരിക്കുന്ന തടികൾ ദ്രവിച്ച അവസ്ഥയിലായി തൂക്കുപാലം പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണാൻ വരുന്ന സഞ്ചാരികൾ, വിനോദ സഞ്ചാരികൾ, വിദേശത്തും സ്വദേശത്തുമുള്ള ആളുകൾ നിരാശരായിട്ടാണ് മടങ്ങിപ്പോകുന്നത്. ഈ തൂക്കുപാലത്തിൽ പാകിയിരിക്കുന്ന തടികൾ ദ്രവിച്ച അവസ്ഥയിലാണ്. ഈ പാലത്തിന് മുകളിൽ കൂടിയാണ് സഞ്ചാരികളെ സാഹസികമായി കടത്തിവിടുന്നത്. തടികൾ ദ്രവിച്ചിരിക്കുന്നതിനാൽ ഏതു സമയവും ഒരു അപകടം പ്രതീക്ഷിക്കാം എന്ന അവസ്ഥയിലാണ്. തൂക്കുപാലം നവീകരിക്കുന്നതിനും ടെന്റുകൾ നശിക്കാൻ കാരണമായ അധികാരികൾക്കെതിരെയും നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിനും വിജിലൻസിനും KIPക്കും പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിന് 2 വിഷയങ്ങൾക്കും അടിയന്തര ശ്രദ്ധ ആവശ്യമാണ്. ഇത് 2 വിഷയങ്ങൾക്കും പരിഹാരമുണ്ടാക്കണം. തൂക്കുപാലം നവീകരിക്കാൻ നടപടിയുണ്ടാകണം. അതോടൊപ്പം തന്നെ ഈ ടെന്റുകൾ നശിച്ചതിനെതിരെ ഇതിന് കാരണക്കാരായ ഇക്കോ ടൂറിസം അധികാരികൾക്കെതിരെയും നടപടിയുണ്ടാകണം എന്ന സൂചിപ്പിച്ചുകൊണ്ട് സർക്കാരിനും വിജിലൻസിനും KIPക്കും ഞാൻ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലും പരാതി സമർപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അടിയന്തരമായി ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാകണം എന്ന് അധികൃതരോട് അഭ്യർത്ഥിക്കുന്നു. MLA ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറാകണം എന്ന അഭ്യർത്ഥന കൂടി മുന്നോട്ട് വയ്ക്കുക.
അധികൃതർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് പരിഹാരം കാണണമെന്ന് സഞ്ജയ് ഖാൻ ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ കണ്ണൻ, തെന്മല. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ.